എല്ലാവരും ഈ അടുത്ത കാലത്തായിട്ട് കണ്ടു കാണുമല്ലോ. സ്ഥലമൊന്നും പറയുന്നില്ല. ആൾക്കാരെയും പറയുന്നില്ല. ഒരു കുട്ടി ബിടെക്കിന് എന്തോ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. 10 22 23 വയസ്സുണ്ട്. ചെക്കന് 13 വയസ്സേ ഉള്ളു. ഈ ചെക്കൻ വീഡിയോ കോൾ വിളിക്കുന്നു. പിന്നെ വൃത്തികെട്ട മെസ്സേജുകൾ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ചെക്കൻ ഇതാണെന്ന് ആ കുട്ടിക്ക് അങ്ങനെ അറിയത്തില്ലായിരുന്നു. ഇങ്ങനെ മെസ്സേജ് വരുന്നത് കാരണം അവൾ കംപ്ലൈന്റ് ചെയ്തു. അതിനുശേഷം ആളെ വിളിച്ചു. ആളെ കണ്ടുപിടിച്ചു. കണ്ടുപിടിച്ചപ്പം ഇതേപോലെ 13 വയസ്സുള്ള ഒരു ചെക്കനാണ്. പിന്നെ അതിനുശേഷം ഈ കുട്ടിയെ വിളിപ്പിച്ചു. കുട്ടി ഒരുപാട് സമയം അവിടെ കാത്തിരുന്നിട്ടും പോലീസ് സ്റ്റേഷനിൽ കാത്തിരുന്നിട്ടും ആ ചെക്കൻ വന്നില്ല. അവൻ മേലെ പോയി ഉയർന്ന അടുത്ത് പോയി പിടിച്ചു. അങ്ങനെ അവൻ വെളിയിലേ വന്നില്ല. ശരി, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് ഈ കുട്ടി പോയി. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്നും അറിയിപ്പ് കിട്ടി. ഈ കേസ് ക്ലോസ് ചെയ്തിരിക്കുന്നു. എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? ആ കുട്ടി പറഞ്ഞു, ആ ചെക്കനെ ഒന്ന് വിളിച്ച് ചുമ്മാ ഒന്ന് വാർണിംഗ് കൊടുത്താൽ മതി, വേറെ ഒന്നും ഒരു പ്രശ്നവുമില്ല എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. നല്ല മനസ്സായിരിക്കും അതിന്. കാരണം ഇങ്ങനെയുള്ളവനൊക്കെ വളർന്നു കഴിഞ്ഞാൽ 13 വയസ്സിൽ ഈ സൂക്കേടാണെങ്കിൽ 26 വയസ്സിൽ എന്ത് സൂക്കേടായിരിക്കും ആലോചിച്ച് നോക്കി. പിന്നെ നിങ്ങളെല്ലാം കണ്ടു കാണും. ഈ ഇതിപ്പോൾ ഞാൻ പറയാൻ കാരണമെന്ന് വെച്ചാൽ ഇതെല്ലാം കാണുമ്പം എനിക്ക് കുറച്ച് ഓർമ്മകൾ വന്ന് ആ ഓർമ്മകൾ നിങ്ങളുമായിട്ട് പങ്കിടുവാണ്. ഇത് പറഞ്ഞതിന് ശേഷം ഞാൻ പങ്കിടാം. അതിനുശേഷം നിങ്ങൾ കണ്ടു കാണും 11 വയസ്സുള്ള കുട്ടിയുടെ എന്തുവാ പറയുന്നത്, വോയിസ് മെസ്സേജ്. ഈ 11 വയസ്സ് കാലഘട്ടത്തിൽ ആ കുട്ടി ഒരുപാട് ആണുങ്ങളോട് ഡാഷ് 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 11 വയസ്സെന്ന് ആലോചിച്ചോണം. അവൾ ഭയങ്കരം ഈ ഒരു സെക്സിനെ കുറിച്ച് വളരെ വികാരഭരിതയായിട്ടാണ് സംസാരിക്കുന്നത്. അത് ഞാൻ സോഷ്യൽ മീഡിയാസിൽ കണ്ടതാ. ഞാൻ എന്തോരം പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിയെന്ന് പറയും. അതുകൊണ്ട് ഈ സോഷ്യൽ മീഡിയാസ് ഞാനിത് പറയുമ്പോഴേ നിങ്ങൾക്ക് ഇത് ഓർമ്മ വരണം. അതെല്ലാം ഇപ്പം സോഷ്യൽ മീഡിയാസിലുള്ള കാര്യമാണ്. അവൾ എന്തുമാത്രം വികാരഭരിതയായിട്ടാണ് സംസാരിക്കുന്നത്. ഭരിതയല്ല, ഭരിത. ആവട്ടെ. അപ്പം അപ്പം ഇന്നത്തെ കാലം എങ്ങോട്ട് പോകുന്നു? ഞാനൊരു 13 14 വയസ്സ് വരെ അടുത്തുള്ള ചെക്കന്മാരുടെ കൂടെല്ലാം ഇങ്ങനെ ക്രിക്കറ്റും കളിച്ച് പന്തും കളിച്ച് ഓടിച്ചാടി നടന്നുകൊണ്ടിരുന്നൊരു കാലഘട്ടമായിരുന്നു. എന്ത് നല്ല കാലഘട്ടമായിരുന്നു. ഒരു വൃത്തികേടും പറയത്തില്ല. എന്തുവാണ് ഈ സാധനമെന്ന് പോലും പല ആൾക്കാർക്കും അറിയത്തില്ല. എൻ്റെ കൂടെ കളിച്ച് വളർന്നവരൊക്കെ കാണുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്കൊക്കെ തോന്നുമായിരിക്കും, കാണുന്നുണ്ടായിരിക്കും. അത്ര നല്ലൊരു കാലഘട്ടമായിരുന്നു അത്. ഇപ്പം ഈ 2000 ഇങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേന് എന്തുവാ ഭൂമിക്കോ നാട്ടുകാർക്കോ വീട്ടുകാർക്കോ അല്ലെങ്കിൽ ആർക്ക് ഭ്രാന്ത് പിടിച്ചോ ജനങ്ങൾക്കോ ഒരു പിടിയില്ലാത്ത കാലത്തിലേക്ക് പോയി. ഞാൻ കാര്യത്തിലേക്ക് കടക്കാം. ഞാൻ സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പം ഇത് കണ്ടല്ലോ, ഈ പെൺകുട്ടിയുടെ കാര്യം കണ്ടല്ലോ. അപ്പം ഈ കുട്ടിയെ ആ വീട്ടുകാർ ഈ 11 വയസ്സിൽ ഇത്രയധികം ഒരു ഡാഷിലേക്ക് ഒരു വികാരഭരിതയായി മാറണമെങ്കിൽ അവളുടെ ആ ഒരു ലോകം അല്ലെങ്കിൽ അവളുടെ ആ വീട് അല്ലെങ്കിൽ അവൾക്ക് വരുന്ന മാറ്റങ്ങൾ ഇതൊന്നും കണ്ടുപിടിക്കാൻ ഒരച്ഛനും അമ്മയും ഇല്ല എങ്കിൽ നിങ്ങളൊക്കെ എന്തിനായി ഇരിക്കുന്ന അങ്ങ് ചത്തുകള. ഒരു 11 വയസ്സുള്ള കുഞ്ഞിനെ പോലും നോക്കാൻ ശേഷിയില്ലാത്ത ഒരച്ഛനും അമ്മയും അത് ഈ ഒരു രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിന്നെ അവർക്കൊരു ജീവിതം ഉണ്ടാകത്തില്ല. അവർ നശിച്ച് പോകത്തേ ഉള്ളൂ. 11 വയസ്സിൽ ഇങ്ങനെ ഇങ്ങനെ ഇതിലേക്ക് പോകുന്ന കുട്ടികൾ അറിയാലോ, അത് ഞാൻ പറയുന്നില്ല. ഇത് രണ്ടെണ്ണമായേ, ഇങ്ങനെ ഈ രണ്ട് കാര്യങ്ങളായി. ഇത് ഒരുപാട് സംസാരിക്കാനുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ സംസാരിച്ച് കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ പ്രശ്നത്തിൽ വരും. അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നില്ല. ഇതിപ്പോൾ ഞാൻ പറഞ്ഞതിന് കാരണം എന്തുവാന്ന് പെട്ടെന്ന് പറയാം. ടൈം വേസ്റ്റ് ചെയ്യുന്ന പല ആൾക്കാരും പറയുന്നുണ്ട്. എൻ്റെ ഇൻസ്റ്റാ അക്കൗണ്ട് പോകുന്നതിന് മുന്നേ എനിക്ക് ഒരുപാട് കാരണം ഈ അടിച്ചുപൊളിപ്പാട്ടൊക്കെ പാടുന്ന കാരണം ചെറിയ കുട്ടികളായിരുന്നു എനിക്കെപ്പോഴും ഫോളോവേഴ്സ് ആയിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 വയസ്സിന് 20 വയസ്സിനുള്ള കുട്ടികളായിരുന്നു, ആൺകുട്ടികളും പെൺകുട്ടികളും. അതിൽ ഇതേപോലെ 7ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു ചെക്കനുണ്ടായിരുന്നു. അവനാണ് എനിക്ക് മെസ്സേജ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഒരുപാട് മെസ്സേജുകൾ, ഒരുപാട്. അപ്പം ഈ ചെക്കൻ്റെ പിക്കാ വെച്ചത്. ഇന്നും ഞാൻ ആ പിക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ പേരും എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് ഞാൻ അടിച്ചു നോക്കി. അതിന് ശേഷം എൻ്റെ അക്കൗണ്ട് പോയതിന് ശേഷം പല അക്കൗണ്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇവനാ എൻ്റെ അക്കൗണ്ട് അടിച്ചുകൊണ്ട് പോയെന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പം ഭയങ്കര ബുദ്ധിശാലിയാണ്. ഇവൻ്റെ അച്ഛനാണ് ഇങ്ങനെ മെസ്സേജൊക്കെ അയക്കുന്നതുകൊണ്ട്. കാരണം അവൻ വളരെ വൃത്തികേടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെനിക്ക് പറയാൻ പറ്റാത്ത രീതിയിലുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഇരുന്ന് പാട്ട് പാടും, ഇങ്ങനെ തലയാട്ടി പാടുമ്പോഴൊക്കെ ആണെങ്കിൽ അവൻ പറയുന്ന വാക്കുകൾ
പറയാൻ പറ്റുമോന്നറിയത്തില്ല. എന്നാലും വേണ്ട, വേണ്ട. അങ്ങനെ അത്രയ്ക്ക് മോശമായിട്ട് ഒന്ന് അത് ചെയ്താൽ എങ്ങനായിരിക്കും? ഇന്ന് വായൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെ വായൊക്കെ തുറക്കത്തില്ലേ? തുറക്കുമ്പം ചില സ്റ്റിക്കുകൾ അല്ല ചില പിക്കുകൾ വായൊക്കെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് കാണും. അപ്പം അവൻ പറയുന്നത്, "നീ ആ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് അയച്ച് തരും. എനിക്ക് അയച്ച് തന്നിട്ട് ഇപ്പം കുറച്ച് തുറന്നിരിക്കുന്നല്ലോ. അപ്പം എൻ്റെ ഇപ്പം അതിനകത്തോട്ട് ഉം, ഉം, ഉം." ഇങ്ങനെ പച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു. എനിക്കങ്ങ് ഭ്രാന്ത് പിടിച്ചു. ഞാൻ പച്ചത്തെറി വിളിച്ചിട്ട് ഇവരെ അച്ഛനാണെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അതിന് ശേഷം ഇവൻ ഈ എന്തുവാ ഈ ബ്ലൂ ഫിലിമിൻ്റെ കട്ടിങ്സ് എല്ലാം ഒക്കെ ഇങ്ങനെ എടുത്ത് അയച്ച് തന്നിട്ട്, "ഈ പൊസിഷനിൽ നീ എനിക്ക് സത്യം കണ്ട ഈ പൊസിഷനിൽ നീ എനിക്ക് പിക്ക് എടുത്ത് അയച്ച് തരണം." ആ സ്ക്രീൻഷോട്ടും ഇന്ന് ഞാൻ വെച്ചിട്ടുണ്ട്. അതും സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ എൻ്റെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവൻ്റെ ഐഡിയോട് ചേർത്ത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ തരാം. അപ്പോൾ അപ്പം പൊസിഷൻ പിന്നെ ഞാൻ വാ തുറക്കുന്നത് ആ പൊസിഷനിൽ ഈ ചെറിയ കുട്ടിയാണെന്ന് പറയുന്നത് എനിക്ക് മനസ്സിലായി. ഞാൻ വിചാരിച്ചു ഒരു അച്ഛനായിരിക്കും പറയുന്നതെന്ന്. അപ്പോൾ ഒരു ദിവസം ഞാൻ പച്ചത്തെറിയൊക്കെ വിളിച്ചപ്പം അവൻ എന്നെ അയച്ചു. സൗണ്ടിന് പൗരുഷം പോലും വരാത്തൊരു ചെക്കൻ. കിളിയായിട്ടൊരു സൗണ്ടുള്ള ചെക്കൻ. ആ പിക്കിലുള്ള അവൻ തന്നെ ആയിരുന്നു. അവൻ്റെ പേര് ഏതോ നല്ലൊരു പേരാ. അപ്പം പേര് ഞാൻ പറയുന്നില്ല. അപ്പം അത് എനിക്ക് അവരെ ഓർക്കുമ്പം അവനന്ന് വോയിസ് മെസ്സേജിൽ എന്നോട് പറഞ്ഞ വാക്കുകളൊക്കെ അതിന് എൻ്റെയിലില്ല. പക്ഷെ ഞാൻ അതെല്ലാം റിപ്പീറ്റ് ചെയ്ത് കേട്ട്. അത് ഞാൻ ഷെയർ ചെയ്ത് വെച്ചിരുന്നത്. അത് അക്കൗണ്ടോടുകൂടി അതങ്ങ് പോവുമല്ലോ. അപ്പം അത്രയ്ക്ക് മോശം. അത് 13 വയസ്സുള്ള കുട്ടിയാണെന്ന് ആലോചിച്ചോണം. വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് ചെക്കൻ എന്നോട് പറഞ്ഞത്. ഒരു കാര്യമല്ല, ഒരുപാട് കാര്യങ്ങൾ. കൂടുതലും പെണ്ണുങ്ങളായിട്ട് ഈ ഒരു ചിന്ത മാത്രമാണ്. അത് എന്നെപ്പോലെ അമ്മയുടെ വയസ്സുള്ള എന്നോട് ആണ് അവനത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വായ്, പിന്നെ കണ്ണ്, എൻ്റെ ഓരോ ആക്ഷന് വായ തുറക്കുമ്പോൾ അങ്ങനെ വായാവുന്നു, ഇങ്ങനെ വായാവുന്നു, ഇപ്പം കേൾക്കണം, ഇപ്പം നീ കടിക്കണം. ഇതൊക്കെയാണ് ആ ചെക്കനോട് സഹിക്കാൻ പറ്റത്തില്ല. എൻ്റെ 2, 3 ഫ്രണ്ടിനോടൊക്കെ ഞാനിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷെയറും ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അവർക്ക്. അപ്പം അങ്ങനെയുള്ള കാര്യമുണ്ട്. ഇതേപോലെ തന്നെ വേറൊരു കാര്യവും നിങ്ങൾക്ക് പറഞ്ഞുതരാം. എൻ്റെ കുട്ടിയാണെങ്കിൽ ഇളയ കുട്ടി നല്ല തടിച്ച് കൊഴുത്ത് നല്ലൊരു തടിയനാ. കാണാൻ നല്ല ഭംഗിയൊക്കെ ഉള്ള ഒരു തടിയനാ. ആകർഷിക്കുന്ന രീതിയിൽ കാണാൻ നല്ലൊരു തടിയൻ കുട്ടിയാ. നല്ല കുട്ടിയാ. അപ്പോൾ അവനും ഇൻസ്റ്റയിലൊക്കെ ഭയങ്കര ആക്റ്റീവാണ്. ഈ നമ്മുടെ അർജുൻ ഉണ്ടല്ലോ, ലോറി ഡ്രൈവർ അർജുൻ. ആ പ്രശ്നത്തിനൊക്കെ സംസാരിച്ച് കുറച്ച് വൈറലായി നിന്ന കുട്ടിയാണ്. അപ്പോൾ ആ സമയത്ത് ഒരുപാട് ആൾക്കാർ അകത്ത് വന്നു. ഒരുപാട് ആൾക്കാരെന്ന് വെച്ചാൽ ചെറിയ കുട്ടികൾ. അപ്പം അവരാണ് ആ അക്കൗണ്ട് കൺട്രോൾ ചെയ്യുന്നതെന്ന് അവർ വിചാരിച്ചു. പക്ഷേ അവരല്ലായിരുന്നു. ഞാനായിരുന്നു കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം എന്തോരം മെസ്സേജ് ഈ ചെറിയ കുട്ടികളൊക്കെ, ആൺകുട്ടികൾ തന്നെ എൻ്റെ കുഞ്ഞിനോട്. കാരണം ഇവർക്കിപ്പം പെൺകുട്ടികളൊന്നും ആവശ്യമില്ല. അവർക്കെല്ലാം ആവശ്യം ആൺകുട്ടികളാ. അവൻ്റെ ആ ഒരു പ്രകൃതം, അവൻ്റെ കവിളൊക്കെ നല്ല തുടുത്തിരിക്കും. ആ കവിളിലെല്ലാം എന്തൊക്കെ അനാവശ്യങ്ങൾ, അത് നമുക്ക് പച്ചയായിട്ട് പറയാൻ പറ്റത്തില്ല. ഈ പബ്ലിക്കിൽ പറയാൻ പറ്റത്തില്ല. അത്രയ്ക്ക് മോശമായിട്ടാണ് എൻ്റെ കുഞ്ഞിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മെസ്സേജ് വഴി ഞാനാണ് ആ മെസ്സേജ് എല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് മെസ്സേജുകൾ. അപ്പം ഇനി ഇവിടെ ഇരുന്നാൽ ശരിയാവത്തില്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാനതങ്ങ് സ്റ്റോപ്പ് ചെയ്ത്. ഇപ്പം അവൻ ഇൻസ്റ്റയിലില്ല. അങ്ങനെ അവന് ഈ സംഭവം അറിയത്തില്ല. ആർക്കും അറിയത്തില്ല ഈ കാര്യം. വീട്ടിലാർക്കും അറിയത്തില്ല. അടുത്ത് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒട്ടും തന്നെ ഇതിലേക്ക് വിടത്തില്ല. എന്നെപ്പോലും വിടത്തില്ല. ഈ കാര്യങ്ങളൊന്നും ഞാൻ വീട്ടിലങ്ങനെ പറയത്തൊന്നുമില്ല. ഇതിപ്പോൾ ഇവിടെ വന്നിരുന്ന് പറയുന്നത് വെച്ചാൽ എൻ്റെ വീഡിയോസൊന്നും അവർ കാണത്തില്ല. ഞാൻ കനകനകനകെന്ന് കാര്യം പറയുന്നു ആരും കേട്ടോണ്ടിരിക്കാൻ. അതുമല്ല ലാസ്റ്റ് ഭാഗം വരെ ക്ഷമയോട് കാത്തിരിക്കാൻ എൻ്റെ വീട്ടുകാർക്ക് പറ്റത്തില്ല. പക്ഷേ ഭയങ്കര വിശ്വാസമാണ്. ഞാൻ ഒരു തെറ്റും ചെയ്യത്തില്ല. ഞാൻ 100% പ്യുവറാണ് എന്ന്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? ഞാനിത് പറയാൻ വന്നതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ, നിങ്ങളുടെ വീട്ടിൽ ഒരു കുട്ടിയുണ്ടെങ്കിൽ അവനെ നല്ല കൺട്രോൾ ചെയ്യുക. ഓരോ നിമിഷവും അവൻ്റെ കാര്യം, ഇപ്പം സ്കൂളിലെ കാര്യങ്ങൾ നമുക്കറിയത്തില്ല. എന്നാലും വീട്ടിൽ വന്ന് കഴിഞ്ഞിട്ട് അവൻ്റെ ആക്ടിവിറ്റീസ്, അവൻ എന്തൊക്കെ ചെയ്യുന്നു, ഏതൊക്കെ ചെയ്യുന്നു എന്ന് വെച്ചാൽ പിന്നാലെ ഇങ്ങനെ നടക്കണമെന്നില്ല. അവനറിയാതെ തന്നെ നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. കാരണം എന്താണ്, ഒരു ഏജ് ആകുമ്പോഴത്തേന്
മാറിക്കോളും. കുറച്ച് പ്രശ്നം കാരണം ഈ ഒരു കാലഘട്ടം പലതും കണ്ടും കേട്ടും ഒക്കെ നമുക്കിഷ്ടമില്ലെങ്കിലും നമ്മുടെ കുട്ടികളിലേക്ക് കൊണ്ടുവരാൻ ഒത്തിരി ആൾക്കാർ കാണും. അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത്. ശ്രദ്ധിക്കുക. ആൺകുട്ടികളെയും ശ്രദ്ധിക്കണം, പെൺകുട്ടികളെ ശ്രദ്ധിക്കണം. പെൺകുട്ടികളൊക്കെ ഭയങ്കര വികാരഭരിതവതികളായി മാറുന്നു എന്നാണ് ഇപ്പോഴത്തെ ആൾക്കാർ പറയുന്നത്. എന്തായാലും താങ്ക് യു വെരി മച്ച്.